യാത്രയൊക്കെ കഴിഞ്ഞ് കുളിച്ച് കുട്ടപ്പനായി ഡ്രസ്സൊക്കെ മാറി ഫോൺ നോക്കി അങ്ങ് ഇരുന്നാ മതിയല്ലോ. എന്താ ലൈഫ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഈ മേടിച്ച സാധനം എല്ലാം അടുക്കളയിൽ കൊണ്ടുപോയി ടിന്നിട്ട് വെക്കാം. ലച്ചൂസ് എന്നെ ഹെൽപ്പ് ചെയ്യണം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അമ്മുമ്മയും കനകാന്റി ഇതേ അടുക്കളയുടെ ഏരിയയിൽ പിന്നെ കാണാൻ പാടില്ല. പറ്റുമോ? ഞാൻ ചുമ്മാ ചൊറിയാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഇത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. യെസ്. നീ നിന്റെ കുടുംബക്കാർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ കടം കൊടുത്ത പൈസ എല്ലാം കൂടെ ചേർത്ത് ഒരു 6-7 ലക്ഷം രൂപ കാണൂല്ലോ. 6-7 ലക്ഷം രൂപ കാണണം. ആ പൈസയൊക്കെ ഒരുമിച്ച് കിട്ടുമായിരുന്നെങ്കിലേ നമ്മൾ മേടിച്ച സ്ഥലത്ത് ആ ബേസ്മെന്റ് കെട്ടാനുള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്യായിരുന്നു. അത് നടക്കത്തില്ലല്ലേ ചൂസേ. നമ്മൾ ഈ കൊടുത്ത പൈസയൊക്കെ ഉണ്ടല്ലോ, ഒരിക്കലും ഒരുമിച്ച് കിട്ടാൻ പോണില്ല. കിട്ടി വരുമ്പോ തന്നെ ലേറ്റ് ആവും. നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത പ്രാവശ്യം ലീവിന് വരുമ്പം കുറച്ച് ബാങ്ക് ലോണും എടുത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണവും പണയം വെച്ചിട്ട് നമുക്ക് വീട് പണി സെറ്റ് ആയിട്ട് തീർക്കാം. നല്ലൊരു ഐഡിയ ആണ്. മോനെ, മോൻ മേടിച്ചോണ്ടുവന്ന സാധനങ്ങളൊക്കെ നല്ല സാധനങ്ങളാ. പക്ഷേ അത്രയും മേടിച്ചോണ്ട് വരണ്ടായിരുന്നു. നല്ല സാധനങ്ങളല്ലേ? എന്റെ കൂട്ടുകാരുടെ സൂപ്പർ മാർക്കറ്റ് കേട്ടോ. നമുക്ക് ഇനി എല്ലാ പ്രാവശ്യം അവിടെ സാധനം എടുക്കാം. അത് മതി. പിന്നല്ല, എന്റെ അമ്മൂമ്മ പറൂരിന്ന് വണ്ടി വിളിച്ച് സാധനം ഇവിടെ വരെ എത്തിച്ചതിന് എന്നെ ഇപ്പൊ 1000 രൂപയായി. അയ്യോ, എന്നാ വേണ്ട. അതിനിപ്പോ എന്താ? നോ വറീസ്. അത് വേണ്ട. പിന്നെ പടവലത്ത് പോകുമ്പോഴേ കുറച്ച് പച്ചക്കറിയും തേങ്ങായും ഒക്കെ എടുത്തോണ്ട് വരണം. പിന്നെ അവിടെ കൊല വിളഞ്ഞ് നിൽക്കുവാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 3-4 എണ്ണം വെട്ടിക്കൊണ്ട് വരണം. ബാക്കി നമുക്ക് അവിടെ കൊടുത്ത് കാശ് മേടിക്കാം. അങ്ങനെ ഒരു കാര്യം ചെയ്യാം അമ്മൂമ്മ. നോക്കേ, ഒരു വണ്ടി എടുത്തൊരു ട്രിപ്പ് തന്നെ അങ്ങോട്ട് പ്ലാൻ ചെയ്യാം. ആ കാര്യങ്ങളൊക്കെ കേശു നോക്കിക്കോളും. ഇവിടുന്ന് വണ്ടിയും വിളിച്ച് പടവലത്ത് പോയി അവിടുന്ന് സാധനം എടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും തന്നെ ഒരു 3000-4000 രൂപയാവും. അതിന്റെ ആവശ്യമില്ല. നമ്മൾ അവിടെ സ്ഥിരം വിളിക്കുന്ന ഒരു ഓട്ടോ ചേട്ടൻ ഉണ്ടല്ലോ, ആ ചേട്ടനെ വിളിച്ച് സാധനങ്ങൾ ഇവിടെ എത്തിക്കുവാണെങ്കിൽ 300-400 രൂപ കാര്യം കഴിയും. സിധു, നാരങ്ങ വെള്ളം. താങ്ക് യു ആന്റി. ആന്റിയുടെ സ്പെഷ്യൽ പൊടിക്കൈയൊക്കെ കാണുമല്ലോ. ஆமா சித்து, நீ வாங்கிட்டு வந்த பொருள் எல்லாம் இருக்குல்ல, அதுல எல்லாமே இருக்கு. ஆனா வெளிச்செண்ணெய் மட்டும் இல்ல. വെളിച്ചെണ്ണ മാത്രമല്ലേ ഇല്ല ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 5 ലിറ്റർ വാങ്ങി സ്റ്റോക്ക് ചെയ്തേക്കാം. 5 ലിറ്റർ വെളിച്ചെണ്ണയാ? അല്ല, സാധനങ്ങൾ മേടിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ ഈ വലിച്ചു വാരി ഉപയോഗിക്കാതിരുന്നാ മതി. ഉപയോഗിക്കുന്ന ഇവിടെ ഉള്ളവർക്ക് വേണ്ടി തന്നെയാ. ഓ, നീ പറഞ്ഞതിന്റെ പൊരുളൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനേ പടവലത്ത് ഇഷ്ടം പോലെ വെളിച്ചെണ്ണയും തേങ്ങയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാ. പക്ഷെ ഇവിടെ ഞാൻ ചുരുക്കിയാ ഉപയോഗിക്കുന്നത്. അമ്മൂമ്മ, ലെച്ചൂസി ഉമ്മ വായത്തോന്നൊക്കെ വിളിച്ചു പറയുന്നത്. അമ്മൂമ്മ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞൊന്നുമല്ല. ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞതേ ഉള്ളൂ. ആഹാ, എന്റെ സിസ്റ്റർ വിളിക്കുന്നുണ്ടല്ലോ. എന്റെ നാത്തൂൻ. പറയടി. ഞാൻ ഇവിടെ പാറയുടെ വീട്ടില്. എന്താ? എന്നിട്ട്? ഓ, അല്ല, കറക്റ്റ് കാര്യം പറഞ്ഞേ. ആ കോള് കണ്ടിട്ട് എന്തോ ആവശ്യം പറഞ്ഞുള്ള വിളിയാണല്ലോ. என்ன லட்சு இது? அவனுக்கு ஒரு தங்க தானே இருக்கு. அவ எதா இருந்ததுன்னா அவன்கிட்ட தானே சொல்லுவான். அதுக்கு இப்படி எல்லாம் சொல்லலாமா? ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. വരീത്തെ വിളിക്കുന്നതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇതെന്തോ ആവശ്യം പറഞ്ഞാണ് വിളിക്കുന്നതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നാരങ്ങളെ ബാക്കി ഇരിപ്പുണ്ടോ? இருக்கு, எடுத்துட்டு வரட்டா? എന്താ? എന്താ? അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താന്ന്. അതെ, ചോനറത്തല ഭവാനി. ചോനറത്തല ഭവാനിക്ക് എന്താ? എന്റെ കെട്ടിയോ മേടിച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മര്യാദയ്ക്ക് സൂക്ഷിച്ചു പോയിച്ചോളൂ. സൗകര്യമില്ലടി. എവരുടെ ഭർത്താവ് ഏതാണ്ടൊരു സാധനം കുറച്ച് മേടിച്ചോണ്ട് തന്നപ്പോഴത്തേന് അയ്യോ അത് ഉപയോഗിക്കരുതേ ഇത് ഉപയോഗിക്കരുതേ. എന്റെ മൂപ്പിന്നേ എനിക്ക് ഇഷ്ടം പോലെ സാധനങ്ങളോട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഞാൻ അത് ഉപയോഗിച്ച് തന്നെ ഇവിടം വരെ എത്തിയത്. നീ ചോനറത്തല ഭവാനി ഉപയോഗിക്കാൻ പഠിപ്പിക്കല്ലേ കേട്ടോ. കൂടുതൽ വിഷം കെട്ട് കാണിച്ചാലേ ഞാൻ എന്റെ പാട്ടിനിറങ്ങി പോകും. പോണോ? അന്ന് മര്യാദക്ക് മിണ്ടായിരുന്നു. എന്റെ സൗകര്യം പോലെ ഞാൻ ഉപയോഗിക്കും. ഉപയോഗിച്ചു മിണ്ടരുത് കേട്ടോ. അവൻ ഇവിടെ ഉള്ളോണ്ടാ ഞാൻ ഒന്നും മിണ്ടാത്ത കേട്ടോ. അയ്യോ, അല്ലെങ്കിൽ മിണ്ടാത്ത ഒരാള്. അടുത്ത ജന്മത്തില് വേണ്ട.